എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. പൂച്ചവെറ്റ് പൂത്തുകിടക്കുന്ന ഖജാനയ്ക്കൊരു റീത്തും വെച്ച് നാടു ചുറ്റാനിറങ്ങിയ മുഖ്യമന്ത്രിയുടെയും മന്ത്രിസംഘത്തിന്റെയും പരിവാരങ്ങളുടെയും രാഷ്ട്രീയ പ്രചാരണ ധൂർത്തയാത്രയുടെ സമാപന ദിവസമാണ്. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാൽ കൊള്ളാം. എല്ലാ തരത്തിലുമുള്ള വിലക്കയറ്റത്തിൽ നട്ടപ്രാന്തെടുത്ത് നിൽക്കുന്നവന്റെ കുത്തിനു പിടിച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കാനെന്ന വ്യാജം പറഞ്ഞ് പിടിച്ചു പറിച്ചെടുത്ത അധിക നികുതിയിൽ ആ ക്ഷേമ പെൻഷൻ കിട്ടാത്ത പട്ടിണിപ്പാവങ്ങൾക്ക് മുന്നിൽ അണ്ടിപ്പരിപ്പ് പാലിൽ കുതിർത്തും കോഴിയും താറാവും മട്ടനും മപ്പാസും അടക്കം ഉരുട്ടി വിഴുങ്ങിയ പ്രഭാത വിരുന്നുകളും കോടികൾ മുടക്കിയ ഒരു രാജാവ് എഴുന്നള്ളിപ്പ് യാത്ര എന്ന നിലയ്ക്ക് മാത്രമല്ല ആ യാത്രയ്ക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്ര പുസ്തകത്തിൽ കുപ്രസിദ്ധി. അത് കാസർഗോഡ് മുതൽ അവസാന ദിവസം വരെ വിയോജിക്കുന്നവന്റെ മണ്ടയടിച്ചു കീറിയ ഗുണ്ടാ സംഘങ്ങൾ സർക്കാർ ഒത്താശയിൽ അഴിഞ്ഞാടി സഞ്ചരിച്ച അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകൾ കൂടിയാണ്. എന്റെ മുമ്പ് തൂങ്ങിച്ചത് ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല എന്നാണ് പേര്. അധികം മുൻപല്ല, അത്തപ്പാടി മറിയക്കുട്ടിമാരെ വരെ വേട്ടയാടുന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ അതേ ഫോർമാറ്റിൽ പാവങ്ങളെ കർഷകരെ അടിച്ചൊതുക്കിയ ഒരു ഭീകരഭരണത്തിന്റെ തുടർച്ചയിൽ പാർട്ടി ഗുണ്ടകളും കോർപ്പറേറ്റ് മാസപ്പടികളിൽ തിന്നുകൊഴുത്ത മുഖ്യമന്ത്രി പുത്രൻ ചന്തം ബസുവും അടക്കം കൊന്നു കഴിവേറ്റിയ പാർട്ടിയുടെ വിലാപത്തിനൊടുവിൽ ദായി കഴിഞ്ഞ വർഷം അതേ ജ്യോതി ബസുവിന്റെ ജന്മദിനത്തിന് സഖാവിനെ എന്ന് സഭയ്ക്കുള്ളിൽ ഓർക്കാൻ 34 വർഷത്തെ ഭരണത്തിനൊടുവിൽ CPM അംഗങ്ങളുടെ എണ്ണം വട്ടപൂജ്യമാണ്. വള്ളിപുള്ളി തെറ്റാതെ അതേ വഴിയിലാണ് അധമയാത്രയെങ്കിൽ കാത്തിരിക്കുന്നത് കേരളത്തിലും രാഷ്ട്രീയ അപ്രസക്തി എന്ന വിധിയാണെങ്കിൽ അനുഭവിക്ക്. അന്ന് അറയ്ക്കുന്ന കാരണഭൂതൻ തിരുവാതിരയുടെ തുടർച്ചയിൽ ദൈവത്തിന്റെ വരദാനമെന്നും പാദസ്പർശം കൊണ്ട് പുണ്യം പ്രാപിച്ച മൈതാനമെന്നുമൊക്കെയുള്ള വാഴ്ത്തുപാട്ടുകൾ ഇടതുപക്ഷമേത് വലതുപക്ഷമേത് തമ്മിലെ വ്യത്യാസമെന്ന നേക്കും പൂക്കും അറിയാത്ത സൈബർ അടിമകൾക്ക് കോൾമയിർ കൊള്ളുമെന്നല്ലാതെ കമ്മ്യൂണിസം തരിമ്പര് ഹൃദയത്തിലുള്ളവന് കേൾക്കുന്നത് ഓക്കാനമാണ്. ആരോ കൊല്ലാൻ വരുന്നേ എന്നൊരില്ലാത്ത പ്രാണഭിതിയിൽ രണ്ടുകാലമില്ലാത്തൊരുത്തന്നെ നട്ടല് നോക്കി ചവിട്ടുന്ന ഡിവൈഎഫ്ഐ ഗുണ്ടായിസം മാത്രമല്ല, യാത്രയിലുടനീളം കണ്ടു മാധ്യമവേട്ട. 30 സെക്കൻഡ് വീതമുള്ള 3.25 ഫോൺ കോളും വെച്ച് ഗൂഢാലോചന വധശ്രമം എന്നൊക്കെ വിരട്ടി അങ്ങ് മൂക്കിൽ കയറ്റാനാണെങ്കിൽ കയറ്റ്, നമുക്ക് നോക്കാം. മുതലും പലിശ ചേർത്ത്